അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിലാണ് രാഹുൽ ഈശ്വറിന്റെ തിരുവനന്തപുരത്തെ പൗടിക്കോണത്തുള്ള വീട്ടിൽ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നത്. അവിടെ നിന്ന് ലാപ്ടോപ്പ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള നിർണായകമായ വിവരം ലഭിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടുത്തെ അന്വേഷണ സംഘം രാഹുൽ ഈശ്വറുമായി പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം അവിടെ നിന്ന് തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിലേക്കായിരിക്കും അന്വേഷണ സംഘം പോവുക. അവിടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ്. നമുക്ക് വീണയിലേക്ക് പോകാം. വീണ, അല്പസമയത്തിനുള്ളിൽ തന്നെ അന്വേഷണ സംഘം രാഹുൽ ഈശ്വറുമായി പുറത്ത് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു പോലീസ് സന്നാഹമൊക്കെ? രാഖി, അല്പസമയങ്ങൾക്കകം തന്നെ രാഹുൽ ഈശ്വറിനെ പുറത്തിറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഓരോരുത്തരായി ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലാപ്ടോപ്പ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ലാപ്ടോപ്പ് ഇനി ശാസ്ത്രീയ പരിശോധനകളടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ലൈംഗിക പീഡന പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുടനീളം രാഹുൽ ഈശ്വർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത് രാഹുൽ ഈശ്വറിൻ്റെ പേരിൽ മാത്രമല്ല 6 പേർക്കെതിരെയാണ് ഇത്തരത്തിൽ അതിജീവിത പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം നടപടി സ്വീകരിക്കുകയും കഴിഞ്ഞ ദിവസം തന്നെ വൈകിട്ടോടുകൂടി രാഹുൽ ഈശ്വറിനെ ഈ വീട്ടിൽ നിന്ന് തന്നെ തിരുവനന്തപുരം പൗടിക്കോണത്തെ വീട്ടിൽ നിന്ന് പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. നമുക്കതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 11 മണിക്ക് ആരംഭിച്ച നടപടിക്രമങ്ങൾ, പരിശോധന, തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഉടൻ തന്നെ ലാപ്ടോപ്പ് അടക്കം കണ്ടെത്തിയ സാഹചര്യത്തിൽ, പിടിച്ചെടുത്ത സാഹചര്യത്തിൽ ഉടൻ തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുലിൻ്റെ കുടുംബം ഇവിടെയുണ്ട്, രാഹുലിൻ്റെ ഭാര്യ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് ഈ ഒരു വീട്ടിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നതിനുമായിട്ടുള്ള സ്റ്റുഡിയോയും ഒക്കെ തയ്യാറാക്കിയിരുന്നത്. ഈ ഒരു വീട്ടിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിക്കുകയും തുടർന്ന് ലാപ്ടോപ്പ് വഴി അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് വീഡിയോകൾ, ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ മാത്രമല്ല മറ്റ് വീഡിയോകൾ കൂടി ഉണ്ടോ എന്നുകൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ അതുമാത്രമല്ല അതിജീവിതയുടെ ഫോട്ടോ, വ്യക്തി വിവരങ്ങളൊക്കെ ലാപ്ടോപ്പിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്നുകൂടി ചിത്രീകരിക്കുന്നുണ്ട്. ഇതുവരെ പുറത്തു വന്ന വീഡിയോകളല്ലാതെ രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ വച്ചിരുന്നോ എന്നുകൂടി അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുകയാണ്. മൊബൈൽ ഫോൺ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് പിടിച്ചെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം അസാധാരണ നീക്കമായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന്. അപ്രതീക്ഷിതമായാണ് രാഹുൽ ഈശ്വറിൻ്റെ വീട്ടിലെത്തുകയും രാഹുൽ ഈശ്വറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ആ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് പോലും രാഹുൽ ഈശ്വർ അത് കഴിഞ്ഞ് ആ സമയത്ത് പോലും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീഡിയോകൾ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. കൃത്യമായി തന്നെ ആ ഒരു വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുകയും ഉണ്ടായിരുന്നു. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെ പിടികൂടാൻ പോലീസ് എത്തിയിരിക്കുകയാണ്. തന്നെ പോലീസ് ഇന്ന് തന്നെ വിട്ടയക്കുകയാണെങ്കിൽ 7 മണിയോടുകൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണില്ല, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്നുള്ളതാണ്. തൻ്റെ കയ്യിലുള്ള ഒരു ലാപ്ടോപ്പ് താൻ ഇവിടെ വീട്ടിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നു എന്നുകൂടി രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലാപ്ടോപ്പും അനുബന്ധ ഉപകരണങ്ങളും ഉണ്ടോ എന്ന പരിശോധനയാണ് അന്വേഷണ സംഘം നടത്തിയത്. വളരെ വിശദമായ പരിശോധന തന്നെയാണ് നടന്നത്. 2 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ ലാപ്ടോപ്പ് കണ്ടെത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലാപ്ടോപ്പ് പിടിച്ചെടുത്തിരിക്കുകയാണ്. മറ്റ് പരിശോധനകൾ നടക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ കുടുംബവും ഒപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരും മാത്രമേ ഈ ഒരു വീട്ടിലുള്ളൂ. മറ്റാർക്കും ഈ ഒരു വീട്ടിലേക്ക് പ്രവേശനമില്ല. തീർത്തും സുരക്ഷിതമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. രാഹുൽ ഈശ്വറിനൊപ്പം 5-ലധികം ഉദ്യോഗസ്ഥർ വീടിനുള്ളിലും മറ്റു ഉദ്യോഗസ്ഥർ ഈ വീടിൻ്റെ മുൻവശത്തും ഇപ്പോൾ ഉണ്ട്. അതീവ സുരക്ഷയിൽ തന്നെയാണ് ഈ ഒരു നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം തന്നെ രാഹുൽ ഈശ്വറിനെ വൈദ്യപരിശോധനയ്ക്കായിട്ട് ജനറൽ ആശുപത്രിയിൽ എത്തിക്കും. ജനറൽ ആശുപത്രിക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും കോടതിയിലേക്ക് ഹാജരാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഈശ്വറിനെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് ഇന്ന് തെളിവെടുപ്പിനായിട്ട് ഈ ഒരു വീട്ടിലെത്തിച്ച് യാഗ് എന്ന വീട്ടിലെത്തിച്ചത്. ഈ വീട്ടിലെത്തിച്ചപ്പോൾ തന്നെ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ തെളിവെടുപ്പിനായി വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഈശ്വർ പ്രതികരണം നടത്തിയിരുന്നു. രാഹുൽ ഈശ്വർ നടത്തിയിരുന്ന ഉടൻ തന്നെ രാഹുൽ ഈശ്വർ പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്നുണ്ട്. ഓരോ ഉദ്യോഗസ്ഥരായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. രാഹുൽ ഈശ്വറിനെ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. 11 മണിക്ക് ആരംഭിച്ച തെളിവെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന, അതായത് രാഹുൽ ഈശ്വറിനെ കൊണ്ട് വീടിനൊപ്പം പോയ ഉദ്യോഗസ്ഥർ ഓരോരുത്തരായി പുറത്തിറങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഖി, ഉടൻ തന്നെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായി മറ്റ് തെളിവ് വസ്തുക്കളും കൊണ്ട്, ലാപ്ടോപ്പ് അടക്കമുള്ള വസ്തുക്കൾ കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങും. തുടർന്ന് ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്തും. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുക. ഈ ഒരു പുറത്തിറങ്ങുമ്പോൾ തന്നെ രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തെളിവെടുപ്പിനായി പോകുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. താൻ തുടരെ വെല്ലുവിളിയാണ് നടത്തിയത്. താൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടരെ
തുടരെ ചെയ്യുമെന്നുള്ളൊരു വെല്ലുവിളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ താൻ ഇനിയും തുടർന്ന് ചെയ്യുമെന്നുള്ളൊരു വെല്ലുവിളി കൂടി രാഹുൽ ഈശ്വർ നടത്തിയിരുന്നു. ഇപ്പോൾ രാഹുൽ ഈശ്വർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് പ്രതികരണമാണ് നടക്കുക എന്നുള്ളതും ആകാംക്ഷയോടുകൂടി നോക്കുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നടന്ന തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾ രാഹുൽ ഈശ്വർ പറയുവാനുള്ള സാധ്യത ഏറെയാണ്. ഉദ്യോഗസ്ഥർ ഓരോരുത്തരായി പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് രാഹുൽ ഈശ്വറിനെ പിടികൂടിയത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുൽ ഈശ്വറുമായി പുറത്തിറങ്ങുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഖി, കുടുംബം ഉൾപ്പെടെ ഉള്ളവർ വീട്ടിലുണ്ട്. രാഹുൽ ഈശ്വർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കേസിൽ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ അന്വേഷണ സംഘം രാഹുൽ ഈശ്വറിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക്. നഗ്നമായ ലംഘനമാണ് അർണേഷ് കുമാർ ജഡ്ജ്മെന്റിന്റെ നഗ്നമായ ലംഘനമാണ്. എന്താണ് രാഹുൽ കൈ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതെടുക്കാം. അർണേഷ് കുമാർ വിധിയുടെ നഗ്നമായ ലംഘനമാണ്. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ ആ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരം ശ്രീകാര്യത്തെ പൗടിക്കോണത്ത് നിന്നുള്ള വീട്ടിൽ നിന്നുള്ള അന്വേഷണ സംഘം അവിടെ നിന്ന് ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ അന്വേഷണ സംഘം രാഹുൽ ഈശ്വറുമായി പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ വാഹനത്തിൽ കയറ്റി ഇപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ നിർണായകമായ കസ്റ്റഡി ഉണ്ടായത്. തുടർന്ന് അറസ്റ്റ് ഉണ്ടാകുന്നു. ഇന്ന് ആ വീട്ടിലാണ് തെളിവെടുപ്പ് നടന്നത്. ഈ കേസിനാസ്പദമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ലാപ്ടോപ്പ് അന്വേഷണ സംഘം ഇന്ന് പിടികൂടിയിട്ടുണ്ട്, കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വീണ, രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് അതിജീവിതയെ അപമാനിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ ചെയ്ത വീഡിയോകളാണ് ഈ കേസിനാസ്പദം. എന്തായാലും ഇപ്പോൾ ലാപ്ടോപ്പ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. അദ്ദേഹം തെളിവെടുപ്പിന് ശേഷം പുറത്തേക്ക് ഇറക്കിയപ്പോൾ പറഞ്ഞത് എന്താണ് വീണ? നമുക്ക് ആ ഓഡിയോ അത്ര വ്യക്തമായില്ല. രാഖി, അദ്ദേഹം തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം പറഞ്ഞ സുപ്രീം കോടതിയുടെ ലംഘനമാണെന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ്. അതായത് തന്നോട് പോലീസ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമെന്ന് ആദ്യമേ തെളിവെടുപ്പിന് പ്രവേശിക്കുന്നതിന് മുമ്പേ അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതിയുടെ നഗ്നമായ ലംഘനമാണ്. പോലീസ് ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന വീഡിയോകൾ ചെയ്യരുത് എന്നാണ്. ആ പിന്തുണ താൻ ഉണ്ടാകുമെന്നുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെ, ആ നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ആ വെല്ലുവിളി വീണ്ടും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തെ ആവർത്തിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കൈവിലങ്ങ് അണിയിക്കണം എന്നുള്ള ആവശ്യം പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് താൻ വിസമ്മതം അറിയിച്ചിരിക്കുന്നു എന്നുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. ഇപ്പോൾ വാഹനം വീടിന് പുറത്തേക്ക് ഇറക്കുകയാണ്. ഇതിന്റെ പ്രതികരണം തേടുന്നുണ്ട് എന്നാണ്. അർണേഷ് കുമാർ വിധിയുടെ നഗ്നമായ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ അർണേഷ് കുമാർ പോട്ടെ